ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ നമ്മുടെ പാർട്ട് 5 ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും. 1 അല്ലെങ്കിൽ 2 കൂടിപ്പോയാൽ 3 മാസം നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡി ആയാൽ നിങ്ങൾക്ക് ജീവിതം മാറ്റി മറിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ മാസക്കണക്ക് പറയുന്നതെന്നല്ലേ? ഒന്ന് തുടങ്ങിക്കിട്ടാനാണ് പാട്. ഒന്ന് തുടങ്ങിക്കിട്ടിയാൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ അലസമായിരിക്കുന്ന ഓരോ സെക്കൻഡും നമുക്കാണ് നഷ്ടപ്പെടുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ മില്യൺസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസാണ് ഓരോ സെക്കൻഡിലും നഷ്ടപ്പെടുത്തുന്നത്. എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ കൈകളുടെ ഇടയിലൂടെ കടന്നു പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എസ്പെഷ്യലി വീട്ടമ്മമാർ പറയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന്. എനിക്ക് അത് പഠിക്കണമെന്നുണ്ട്, വരുമാനം നേടണമെന്നുണ്ട്. സ്വയം കള്ളം പറയരുത്. നിങ്ങൾ ചുറ്റും ശരിക്കും ഒന്ന് നോക്കി തുടങ്ങിയാൽ അവസരങ്ങൾ നിരന്നു കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ആരെങ്കിലും കടന്നു വന്ന് നമ്മളെ ഉയരത്തിലെത്തിക്കാനാണ്, ജീവിതം മാറ്റിമറിക്കാനാണ്. അങ്ങനെ ആരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ആരും മുന്നോട്ട് വന്ന് നമ്മുടെ സ്വപ്നങ്ങളെ നേടിത്തരില്ല. നമ്മളാണ് ഇറങ്ങേണ്ടത്. നമ്മൾ എഴുന്നേറ്റു നിൽക്കണം, ചുറ്റും നോക്കണം. എങ്കിലേ അവസരങ്ങൾ കണ്ടെത്താനാകൂ. എന്നിട്ട് വേണം അവസരങ്ങളിൽ നിന്ന് നമ്മുടെ ഏറ്റവും മികച്ചത് കൊടുത്ത് ഉയരത്തിലെത്താൻ. നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ അവിടെ വരെ എത്താനുള്ള വഴികൾ നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ പേടിച്ച് പിന്മാറുന്നത്? ജഡ്ജ്മെൻറ്റ്സ്. ഈ ഒരു ജഡ്ജ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഞാനിത് ചെയ്താൽ അവരെന്നെക്കുറിച്ച് എന്ത് കരുതും, എന്ത് പറയും? നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങളുടെ കണ്ണിലൂടെ അല്ലാതെ കാണാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റാർക്കും അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ആദ്യം എടുത്തു മാറ്റേണ്ടത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയാണ്. നമ്മൾ ജയിച്ചാലും തോറ്റാലും നമ്മൾ ആർക്കും ഉത്തരം കൊടുക്കേണ്ടതില്ല. ഈ ഒരു ജഡ്ജ്മെൻറ്റ് ഫിയർ ആണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം എടുത്തു കളയേണ്ടത്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് കരുതുന്നുവോ എന്നുള്ള ഒരു നിങ്ങളുടെ പേടി നിങ്ങൾ ആദ്യം എടുത്തു മാറ്റണം. കാരണം നിങ്ങളുടെ അവസരങ്ങളാണ്. ഇനി നമ്മൾ ഏത് മേഖലയാണോ എന്നതാണ് അടുത്ത സംശയം. അല്ലെങ്കിൽ മേഖലയിലാണ് നമ്മൾ ഒരുപാട് പേര് എത്താൻ വേണ്ടിയിട്ട് കറങ്ങുന്ന ഒരു ചോദ്യമുള്ള കാര്യത്തെക്കുറിച്ച്. ഇതാണോ ഞാൻ ജീവിതത്തിൽ ചെയ്യേണ്ടത്? ഇതാണോ എൻ്റെ പാഠമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന സംശയം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്